നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ CPIM പ്രതിഷേധം. CPIM വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലോക പരിസ്ഥിതി ദിനത്തിൽ മാതൃകയാക്കാം ഈ പ്രകൃതി സ്നേഹികളെ. വീട്ടുമുറ്റത്ത് മിയാവാക്കി മാതൃകയിൽ വനമൊരുക്കി കണ്ണമ്പ്ര ഋഷിതാരതമംഗലത്തെ ദമ്പതിമാർ. KSEB കരാർ ജീവനക്കാരൻ ജോലിക്കിടെ വൈദ്യുത തൂണിൽ നിന്നും വീണു മരിച്ചു. വടക്കഞ്ചേരി കുന്നേങ്കാട് ബിജുവാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ CPIM പ്രതിഷേധം. പാചകവാതകങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിനെതിരെ CPIM വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് ഇന്ധന വില വർദ്ധിപ്പിക്കാം, അപ്പോൾ പിന്നെ ഇലക്ഷന് ബാധിക്കില്ലല്ലോ എന്ന തീരുമാനം വളരെ മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച ഒരു നിലപാടാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇലക്ഷൻ്റെ സമയത്ത് ഒരു ഘട്ടത്തിലും വില വർദ്ധിപ്പിക്കാൻ നിന്നില്ല. യുദ്ധം ആരംഭിക്കുന്നത് ഫെബ്രുവരി 28-നാണ്. സാധാരണഗതിയിൽ ഫെബ്രുവരി 28-ന് ശേഷം യുദ്ധം ആരംഭിച്ചതാണ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഉയർച്ച. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഇന്ധന വില വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നത് എങ്കിൽ യുദ്ധം ആരംഭിച്ച് അതിൻ്റെ രൂക്ഷതയുണ്ടാകുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനാവാമായിരുന്നു. അപ്പം അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. യുദ്ധമില്ലാത്ത സമയത്തും രാജ്യത്ത് BJP ഗവൺമെൻറ് ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2004-ൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നമുക്കാർക്കും വലിയ ഓർമ്മയുണ്ടാവില്ല. 2004-ലെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് 33 രൂപ 75 പൈസയാണ്. ജില്ലാ കമ്മിറ്റി അംഗം T കണ്ണൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CK ചാമുണ്ണി, KN സുകുമാരൻ, ഏരിയ സെക്രട്ടറി V രാധാകൃഷ്ണൻ, C തമ്പു എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ മാതൃകയാക്കാം ഇനി ഈ പ്രകൃതി സ്നേഹികളെ. വീട്ടുമുറ്റത്ത് മിയാവാക്കി മാതൃകയിൽ വനമൊരുക്കി കണ്ണമ്പ്ര ഋഷിതാരതമംഗലത്തെ ദമ്പതിമാർ. ഒരു പരിസ്ഥിതി ദിനം കൂടി എത്തുമ്പോൾ വീട്ടുമുറ്റത്ത് വനം ഒരുക്കിയിരിക്കുകയാണ് ദമ്പതിമാർ. കഴിഞ്ഞ മാസങ്ങളിൽ ജില്ലയിൽ കടുത്ത ചൂട് അനുഭവപ്പെട്ടപ്പോൾ കണ്ണമ്പ്ര ഋഷിതാരതമംഗലം സ്വയംപ്രഭയിൽ ദിലീപ് സൗമ്യ ദമ്പതികളുടെ വീട്ടിലെത്തിയാൽ നല്ല കുളിർമയാണ്. പുറത്തെ ചൂടിനേക്കാൾ 5 ഡിഗ്രിയോളം ചൂടിൻ്റെ കുറവ് ഇവിടെ ഉണ്ടാകും. വീട്ടുമുറ്റത്ത് മിയാവാക്കി മാതൃകാവനം നിർമ്മിച്ചിരിക്കുകയാണ് ഇവർ. ആകെയുള്ള 30 സെൻറ്റ് പുരയിടത്തിൽ മുഴുവൻ മരങ്ങളും പച്ചക്കറികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്താവട്ടെ നിബിഡ വനവും. 2022-ലാണ് 160ഓളം വ്യത്യസ്ത മരങ്ങൾ കൊണ്ട് വനമൊരുക്കാൻ തീരുമാനിച്ചത്. വർദ്ധിച്ചു വരുന്ന ചൂടിൽ നിന്നും ആഗോള താപനത്തിൽ നിന്നും രക്ഷ നേടുക എന്നതാണ് പ്രകൃതി സ്നേഹികളായ ഇവർക്ക് വനമൊരുക്കാനുള്ള പ്രേരണ. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു മിയാവാക്കി വനം വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ 4 വർഷം തികയാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ആശങ്കകൾ ഞങ്ങളിത് വെച്ച് പിടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ പലരും പങ്കുവെച്ചെങ്കിലും
ഇപ്പോൾ ഈ 4 വർഷം പിന്നിടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്, വല്ലാത്തൊരു കുളിർമയാണ്. ഇവിടെ വരുന്നവരൊക്കെ അതാണ് പറയുന്നത്. പിന്നെ ഈ പ്രാവശ്യം ഈ കടുത്ത വേനലുണ്ടായപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് അതൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല. ഇവിടെ ഒരു നല്ലൊരു കുളിർമയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഈ ഒരു മിയാവാക്കി വനം ഒരുപാട് മരങ്ങളുടെ പല തരത്തിലുള്ള സസ്യജാലങ്ങളുടെ ഒരു കൂട്ടമാണ്. വനം എന്ന് പറയുന്നത് ഒരുപാട് മരങ്ങളുടെ ഒരു കൂട്ടമല്ല. ഇവിടെ പലതരം പ്രാണികളും സസ്യജാലങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ദോഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ അത് പരിസ്ഥിതിക്ക് ഇന്നുണ്ടാവുന്ന തരത്തിലുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. 4 വർഷം മുൻപ് വച്ചുപിടിപ്പിച്ച മരങ്ങൾ ഇന്ന് വളർന്ന് പന്തലിച്ച് കാടായി മാറി. കാട്ടിൽ മാത്രം കണ്ടുവരാറുള്ള മഹാഗണി, അത്തി, വിവിധതരം പാലമരങ്ങൾ, മഞ്ചാടി, ഇലഞ്ഞി, പൂവരശ്, പാരിജാതം, കൊന്ന തുടങ്ങിയവയെല്ലാം ഈ വീട്ടുമുറ്റത്ത് കാട്ടിലുണ്ട്. ഒപ്പം ഒരു വശത്ത് വിവിധ തരം മുളകൾ കൊണ്ടുള്ള ഇല്ലിക്കാടുമുണ്ട്. കാടിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വിവിധ തരം പക്ഷിമൃഗാദികളും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. സീതപ്പഴം, പേര, റംബൂട്ടാൻ, കദളി, ഊരാവ്, മൾബറി, വയമ്പ്, മാവ്, പ്ലാവ് തുടങ്ങിയവ വച്ച് പക്ഷിമൃഗാദികൾക്കുള്ള തീറ്റയ്ക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ചന്ദനമരങ്ങളും പരിപാലിച്ചു വരുന്നുണ്ട്. കേരള വനം വകുപ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് മരങ്ങൾ വാങ്ങിയത്. പ്രകൃതി സ്നേഹി കൂടിയായ ദിലീപ് സ്വകാര്യ ഓഹരി വിപണി കമ്പനിയിലെ മാനേജറാണ്. കേരള ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറിയുമാണ്. ദിലീപിൻ്റെ ഭാര്യ സൗമ്യ നൃത്ത അധ്യാപികയാണ്. വനമൊരുക്കിയതിലൂടെ 2 മക്കളുമടങ്ങുന്ന കുടുംബത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് ദിലീപ് പറയുന്നു. എൻ്റെ ഈ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ ധാരാളം ഇഴജന്തുക്കളെ ഞാൻ കാണാറുണ്ട്. പക്ഷേ അവരൊരിക്കലും എൻ്റെ വീടിനടുത്തേക്കോ ആ കോമ്പൗണ്ടിലേക്കോ വരാറില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. കാരണം അവർ അവരുടെ വഴികളിലൂടെ പോവും. ഞാൻ ഒരിക്കൽ പോലും ഇത്തരം ഇഴജന്തുക്കൾ എൻ്റെ വീടിനടുത്തേക്കോ സമീപത്തേക്ക് വരുന്നത് കണ്ടിട്ടേ ഇല്ല. അവൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ നമ്മളെ ഒട്ടും ശല്യപ്പെടുത്താതെ അവർ അവരുടേതായ വഴികളിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല അപൂർവമായി കണ്ടിട്ടുള്ളൂ. പലരും ഒരു ആശങ്ക, ഇങ്ങനെ വീടിന് മുമ്പിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കാടും ചപ്പിൽ ഇളകളൊക്കെ കിടക്കുമ്പോൾ ഏത് തരത്തിൽ ഇത് ദോഷകരമാകും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. പക്ഷേ ഇത്രയും വർഷമായിട്ട് എനിക്ക് അങ്ങനെ യാതൊരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടെ ഞങ്ങൾ ഒരു തരത്തിലും ഉറുമ്പ് പൊടി പോലും ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു കീടനാശിനി പോലെ ഒരു സാധനം ഉപയോഗിക്കാറില്ല. പൂർണ്ണമായും ഓർഗാനിക് എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എന്നാൽ ഈ 4 വർഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ആഗോളതാപനത്തെക്കുറിച്ചൊക്കെ നമ്മൾ അന്നൊക്കെ വളരെ ഗഹനമായി പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രീതിയിൽ ഇടതൂർന്ന മരങ്ങൾ വളർന്നതിൻ്റെ ഒരു കുളിർമ ഞങ്ങളിവിടെ അനുഭവിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വേനൽക്കൊക്കെയുള്ള വലിയൊരു ചൂട് ഉള്ള സമയത്തും ഇവിടെയാണ്. പ്രത്യേകിച്ചും എൻ്റെ ഭാര്യ ഒരു നർത്തകിയാണ്. ഞങ്ങൾ അവളോട് ഡാൻസ് ക്ലാസ് നടത്താറുണ്ട്. ഈ മുറ്റത്താണ് ഞങ്ങൾ ഡാൻസ് ക്ലാസ് നടത്താറ്. അപ്പോൾ അത്രയും ഉച്ചവെയിലത്ത് പോലും ഇവിടെ നടത്തണമെങ്കിൽ പുറമേ ഉള്ളത് ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ടൊരു 4-5 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഈ വീട്ടിൻ്റെ ഉള്ളിൽ കുറവാണ്. വരും നാളുകൾ ഇവ വിപുലപ്പെടുത്താനാണ് ലക്ഷ്യമെന്നും ഇദ്ദേഹം പറഞ്ഞു. KSEB കരാർ ജീവനക്കാരൻ ജോലിക്കിടെ പോസ്റ്റിൽ നിന്ന് വീണു മരിച്ചു. വടക്കഞ്ചേരി കുന്നേങ്കാട് ബിജു ആണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. KSEB മുടപ്പല്ലൂർ സെക്ഷന് കീഴിലെ ജീവനക്കാരൻ വടക്കഞ്ചേരി കുന്നേങ്കാട് പാറക്കൽ വീട്ടിൽ 37 വയസ്സുള്ള ബിജു ആണ് മരിച്ചത്. വ്യാഴാഴ്ച പകൽ 3 മണിയോടുകൂടി മുടപ്പല്ലൂർ പന്തപ്പറമ്പ് ഇലക്കോടുള്ള മുരുകൻ ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം. വൈദ്യുതി തൂൺ മാറ്റി സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി മുകളിൽ കയറിയപ്പോൾ താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. ഷോക്കേറ്റാണ് ബിജു താഴെ വീണതെന്നാണ് സംശയം. പണി നടക്കുന്നതിന് സമീപത്തുകൂടി 11 kV ലൈൻ പോകുന്നുണ്ട്. ഇത് ഓഫ് ചെയ്തോ എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ട്. ബിജുവിൻ്റെ മൃതദേഹത്തിൽ കരിവാളിച്ച പാടുകൾ കണ്ടത് ഷോക്കേറ്റതാണെന്ന് സംശയമുള്ളതായി ബന്ധുക്കളും പറയുന്നുണ്ട്. വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും KSEB അധികൃതർ അറിയിച്ചു. അച്ഛൻ പരേതനായ ചെല്ലൻ, അമ്മ തങ്ക, ഭാര്യ രാധിക, മകൾ ആത്മിക, സഹോദരങ്ങൾ മാണിക്യൻ, ശാന്ത, അജിത, ജലജ, വിനു, ഷീജ. ചാരായ വിൽപ്പനയ്ക്കിടെ 2 പേർ പിടിയിൽ. അട്ടപ്പാടിയിൽ 8 ലിറ്റർ ചാരായ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകവേ അട്ടപ്പാടി കോട്ടത്തറ ശങ്കർ, നക്കുപതി, ഉന്നതിയിൽ മുരുകൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 8 ലിറ്റർ ചാരായവും പിടികൂടി. അഗളി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിബുവും സംഘവും നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത്. മറ്റു വാർത്തകളിലേക്ക്. CBSE പരീക്ഷാ ക്രമക്കേടിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കണ്ണമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ദിലീപ് ഉദ്ഘാടനം ചെയ്തു. പെട്രോളിനുമെല്ലാം വില കൂട്ടാതിരിക്കുകയും ഇലക്ഷനുകൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ തോന്നും പോലെ ഗ്യാസിനും പെട്രോളിനും
ഡീസലിനും എല്ലാം വില കൂട്ടുന്ന നിലപാടാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയായിക്കോട്ടെ ചോദ്യപേപ്പർ കച്ചവടം ചെയ്ത് വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടാണ്. ഒരു നീറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ ആ വിദ്യാർത്ഥി എടുക്കുന്ന സ്ട്രെയിൻ. സുദേവൻ കൊട്ടേക്കാട് അധ്യക്ഷനായി. കെ സന്തോഷ്, കെ സുധാകരൻ, കെ മാധവൻ, കരുണാകരൻ, ജോസ് മാസ്റ്റർ, ടി മോഹൻദാസ്, ജോൺ മാങ്ങോട്, വി എൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുന്നതിനിടെ ബസിന്റെ ഡോർ അടർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലേക്ക് കുട്ടികളുമായി വരികയായിരുന്ന മിനി ബസിന്റെ ഡോറാണ് റോഡിലേക്ക് അടർന്നു വീണത്. തച്ചമ്പാറ ജംഗ്ഷനിൽ നിന്നും അരപ്പാറ റോഡ് വഴി സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സംഭവം. ഡോർ വീണ സ്ഥലത്ത് കുട്ടികളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. മോട്ടോർ വാഹന വകുപ്പിന്റെ ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞ് 2 ആഴ്ച തികയും മുൻപാണ് അപകടം സംഭവിച്ചത്. പാലക്കാട് കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പാലക്കാട്ടെത്തിച്ചു. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയായാണ് പിടികൂടിയത്. കൊൽക്കത്തയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. കഞ്ചിക്കോട് IITയിലെ 4ാം വർഷ ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തമിഴ്നാട് സേലം സ്വദേശിനി അശ്വിനി കണ്ണനാണ് മർദ്ദനമേറ്റത്. ഫെബ്രുവരി 23-നായിരുന്നു സംഭവം. ഡൈനിങ് ഹാളിൽ നിന്നും മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം നടന്നു പോകുമ്പോഴാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി ഇതുവരെ തിരികെ കോളേജിലെത്തിയിട്ടില്ല. പട്ടിയെ കൊന്ന് കുടിവെള്ള ടാങ്കിൽ ഇട്ടതായി പരാതി. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കൊല്ലങ്കോട്ട് പറമ്പിലാണ് സംഭവം. 20ഓളം കുടുംബങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കിലാണ് പട്ടിയെ കൊന്നിട്ടത്. വെള്ളത്തിൽ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് പട്ടിയുടെ ജഡം കണ്ടത്. സംഭവത്തിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.